വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്. ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ പിരിച്ച ഫണ്ട് എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? ഇത് ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ച് എന്റെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കുടുംബമായി താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് തല്ലി പൊളിച്ചു വന്നകത്ത് റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പുറത്തിറങ്ങിയാൽ എന്റെ മുഖം കറുപ്പിക്കും എന്ന് പറഞ്ഞു. എന്നെ അല്ലാതെ തെരുവിൽ അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2015 അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയിൽ 930 സ്ത്രീകൾ ഗർഭിണികൾ അന്ന് ആ സർക്കാരിന്റെ കാലത്ത് മരണപ്പെട്ടതായിട്ട് നിയമസഭാ രേഖകളുണ്ട്. ഒന്ന് അടിസ്ഥാന സൗകര്യം. ഇപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ല മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാൻ ജനറൽ ആശുപത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ജനറൽ ആശുപത്രി എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? അവിടെ പോകുന്നവരാണ്, നിങ്ങളിൽ പലരും അവിടെ പോകുന്നുണ്ട്, എന്നോട് ബന്ധുക്കൾ പോകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, രണ്ടിടത്തും കെട്ടിടങ്ങളായല്ലോ. ഇനി കോന്നി താലൂക്ക് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു. അടൂര് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു, ഈ ഘട്ടത്തിൽ നിർമ്മിച്ചാണ്. റാന്നി ആശുപത്രി ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്, ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. ശബരിമലയോട് ചേർന്നുള്ള ഹോസ്പിറ്റലാണ് റാന്നി ആശുപത്രി. സ്ഥലമില്ല, 15 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു, കെട്ടിടം അവിടെ നിർമ്മിക്കുന്നു. എഴുമറ്റൂര് കെട്ടിട നിർമ്മാണം നടക്കുന്നു. അങ്ങനെ ഓരോ ആശുപത്രിയിലും, മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും ഒക്കെ തന്നെ ഇപ്പൊ അടിസ്ഥാന സൗകര്യത്തിൽ 130 ആശുപത്രികൾ, താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ നമുക്ക് പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീട്ടമ്മ മരിച്ച ഒരു സാഹചര്യം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ബഹുമാന്യനായിട്ടുള്ള UDF സ്ഥാനാർത്ഥി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരിടത്ത് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എവിടെയോ ഞാൻ പറഞ്ഞിരുന്നു, കളക്ടറുടെ റിപ്പോർട്ടിനകത്ത് 2012 അത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. 2012 അന്ന് 2012 ആണത് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാ ആ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത്? അതിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്വേഷണത്തിന് ശേഷം അതിന്റെ വിജിലൻസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് അത് പോകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ അത് അന്വേഷിക്കട്ടെ. അപ്പോ നമ്മുടെ ഈ കാര്യങ്ങളെ ഇപ്പൊ കത്രികയെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഒരു നെറേറ്റീവാണ്. ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, ഒരു നെറേറ്റീവാണ്. എന്താണ്, ഏത് കാര്യത്തിലാണ് ആരോഗ്യ മേഖല അടയാളപ്പെടുന്നത്? ഒന്ന് അടിസ്ഥാന സൗകര്യം. നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10 വർഷം മുൻപ് ഇവിടെ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇന്നവിടെ കാത്തലാബ് ഉണ്ട്. 8000 പേർ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ പണം എവിടെയെന്ന് ചോദിക്കുന്നില്ല. കലഞ്ഞൂരിൽ വിദ്യ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ ഭർത്താവ് കൈ 2 വെട്ടിമുറിച്ചപ്പോ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്ന് 10 ലക്ഷം രൂപ നൽകണം എന്ന് പറഞ്ഞു. തോർത്ത് വെച്ച് അടുത്തുള്ള ചെറുപ്പക്കാരനെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 100 രൂപ പോക്കറ്റിൽ എടുത്തു വെക്കാൻ അച്ഛൻ വെച്ചിട്ടുണ്ടാവില്ല, കാരണം അദ്ദേഹത്തിന്റെ പുറത്തും വിട്ട് കിട്ടിയിരുന്നു. അപ്പോ എന്നെ വിളിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. രാത്രി തന്നെ 11-11:30 മണിയായി. വിദ്യ അവിടെ പ്രവേശിപ്പിച്ചു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ രാത്രി ചെയ്തു. ഞാൻ അതിനുശേഷം വിദ്യ സന്ദർശിച്ചു. ICUവിൽ മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തു, പല സർജറീസ് ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ചെയ്തു. അവളുടെ ഞരമ്പിലൂടെ രക്തം ഓടി തുടങ്ങി. അത് നമുക്ക് പറയുന്നതിനപ്പുറത്തെ ഒരു കാര്യമാണ്. അത്രയും ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അനുഭവിച്ച വിഷമം. മകനെ ചേർത്ത് പിടിച്ച് അവൾ ഇന്ന് അഭിമാനത്തോടെ ജീവിക്കുന്നു. താൽക്കാലികമായി സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യം. 2 ചികിത്സാ സൗകര്യങ്ങൾ. നമ്മുടെ മുന്നിൽ മാമോഗ്രാം ഉണ്ടായിരുന്നോ 10 വർഷം മുൻപ് നമ്മുടെ ജനറൽ ആശുപത്രി? 10 വർഷം മുമ്പ് നമുക്കിവിടെ പക്ഷാഘാത പരിചരണത്തിന് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഡോക്ടർ സ്റ്റാൻലി ഉൾപ്പെടെ അവിടെ ന്യൂറോളജിസ്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാർ, അമ്മമാർ, പ്രായമുള്ളവർ, പക്ഷാഘാതം വരുന്നവർ അവർ ചികിത്സിച്ച് പോകുന്നുണ്ട്. പകർച്ചവ്യാധികൾ ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. നിപ്പ 2023 ഔട്ട്ബ്രേക്കിൽ 34% മരണനിരക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം ജലജന്യ രോഗമാണ്. നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ 99% ഡെത്താണ് ആഗോളതലത്തിൽ. അക്കാന്ത് അമീബയാണെങ്കിൽ 70% മുകളിൽ മരണനിരക്കാണ്. പക്ഷെ കേരളത്തിൽ അത് 24%. ഡെങ്കി ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് 2012-13 0.6 ആയിരുന്നു അന്നത്തെ മരണനിരക്ക്. ഇന്ന് 0.09 ആണ്. അത് 0.1 എന്നുള്ളതാണ്. അപ്പോ ഈ നിലയിൽ അത് പകർച്ചവ്യാധി. ഇനി ഹെൽത്ത് ഇൻഡിസസ്, ശിശുമരണ നിരക്ക്, അമേരിക്കൻ ഐക്യ നാടുകളിലേക്കാൾ കുറവാണ് കേരളത്തിലേത്. കേരളത്തിൽ 5 ആണ്.
മറ്റ് അമേരിക്കൻ ഐക്യനാട്ടിൽ അത് 5.6 ആണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ, നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ്. ഒരു കാര്യം കൂടി, കത്രികയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു, അതായത് എന്നെ ഇപ്പോ ആ നിലയിൽ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു കാരണവശാലും സർജിക്കൽ എറേഴ്സ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 5 വർഷക്കാലം നടക്കാത്ത ഒരു കാര്യത്തിൽ, അതിനു മുൻപ് നടന്ന കാര്യങ്ങളുടെ പേരിൽ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അത് 2017 ഒരെണ്ണം എന്ന് പറയുന്നു. അതിന് 2021 മെയ് മാസം ആദ്യം എന്ന് പറയും 12-ാം തീയതിയാണ് ആ സർജറി നടന്നത്. രണ്ടും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അക്കാലത്ത് മന്ത്രി അല്ലാതെ ഇരുന്ന, ഇത് ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ച് എൻ്റെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കുടുംബമായി താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് തല്ലി പൊളിച്ചു വന്നകത്ത് റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ മുഖം കറുപ്പിക്കും എന്ന് പറഞ്ഞു. എന്നെ അല്ലാതെ തെരുവിൽ അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനാണ്? എന്തായിരുന്നു അതിന്റെ പ്രശ്നം? ഈ വിഷയത്തിലാണ്. ഇത് ഒരു മന്ത്രിയാണോ അതിന് ഉത്തരവാദിയാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ കാലത്ത് അല്ലാതെ നടന്നൊരു കാര്യം, ഈ 5 വർഷം നടന്ന സംഭവങ്ങളുടെ പേരിൽ അല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർജിക്കൽ എറേഴ്സോ ചികിത്സാ പിഴവുകളോ ഉണ്ടായിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 2015 അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയിൽ 930 സ്ത്രീകൾ, ഗർഭിണികൾ അന്ന് ആ സർക്കാരിന്റെ കാലത്ത് മരണപ്പെട്ടതായിട്ട് നിയമസഭാ രേഖകളുണ്ട്. കേരളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പൊതുവിൽ നമ്മൾ കേരളം ഒന്നിച്ച് നേരിടേണ്ട ചില വിഷയങ്ങളാണ്. ഒരു സർജിക്കൽ എററും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയുള്ള സംഭവത്തെ കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല അങ്ങനെ ചെയ്യുന്നവരെ, ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് ഒട്ടിച്ചത് ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടർ പിറ്റേ ദിവസം പറയുന്നു ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഡോക്ടർ തന്നെ പറയുകയാണ്. അപ്പൊ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സ്റ്റോറി ബോർഡ് പോലെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും ഈ നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ OP 2016 8 കോടിയാണ് മൾട്ടിപ്പിൾ എൻട്രി OP നമ്മൾ കണക്കാക്കിയാൽ. ഇന്ന് 13 കോടി ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല. അപ്പോൾ പക്ഷെ എന്താണ് കൂടിയത്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി. ഈ ആളുകളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുത്തകകൾ, ആഗോള കുത്തകകൾ ആണ് ഇവിടേക്ക് വന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം ഇപ്പോൾ ഗ്ലോബൽ കോർപ്പറേറ്റ്സ് ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 80-90% അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ കൂടുതൽ ശക്തമായി തുടരും. അതിനുവേണ്ടി എല്ലാവരും, കേരളം ഒന്നിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും.